പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാന്തി വചന ശുശ്രൂഷയെ സംബന്ധിക്കുവാൻ കർത്താവിനെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും ഈശോയുടെ തിരുഹൃദയത്തിനും പ്രതിഷ്ഠിക്കുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിങ്ങൾ മറയ്ക്കപ്പെടട്ടെ. ആമേൻ. ഹല്ലേലൂയാ. ഹല്ലേലൂയ. എനിക്ക് വലിയ സന്തോഷമാണ്. ഓരോ അനുഗ്രഹങ്ങളും ഓരോ ആശംസകളും ആമേൻ പറഞ്ഞുകൊണ്ട് സ്വീകരിക്കുന്നത് ദൈവത്തിന്റെ ഒരു കേൾക്കുമ്പോൾ തന്നെ വലിയൊരു ആനന്ദമാണ്. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. കുട്ടികളെ പ്രത്യേകം അഭിവാദ്യം ചെയ്യുന്നു കേട്ടോ. യുവജനങ്ങളെ പ്രത്യേകം ഓർക്കുന്നു. ഈ ശുശ്രൂഷയിലേക്ക് ഈശോയുടെ നാമത്തിൽ ബഹുമാനപ്പെട്ട സേവക വട്ടാരിച്ചൻ്റെ അച്ഛന്മാരുടെ എല്ലാ ആത്മവാലരെല്ലാം കൂട്ടായ്മയിൽ നിങ്ങൾ പ്രത്യേകം സ്വാഗതം ചെയ്യുകയാണ് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ സഹോദരങ്ങളെ, നാളുകൾ കഴിയുന്തോറും നമ്മളിലുള്ള ദൈവസ്നേഹം വർദ്ധിച്ചു വരുന്നുണ്ടോ എന്ന് നോക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം 1 കൊരിന്ത്യർ 13 എടുത്ത് വായിച്ചു നോക്കി കഴിഞ്ഞപ്പോൾ സ്നേഹം അസൂയപ്പെടുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ആത്മപ്രശംസ ചെയ്യുന്നില്ല. അങ്ങനെ നമ്മളെ തന്നെ ഇങ്ങനെ അളന്ന് നോക്കണം. പ്രായം കൂടിക്കൂടി വരുന്തോറും സ്നേഹം വർദ്ധിച്ച് വരുന്നുണ്ടോ നോക്കണം അല്ലേ. സ്നേഹത്തിൻ്റെ വർധനവ് വളരെ പ്രധാനപ്പെട്ടതാണ്. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. ബൈബിൾ മൊത്തം എന്ന് പറയുന്നത് എന്താ? സ്നേഹമാണ് അല്ലേ. എല്ലാ നിയമത്തിൻ്റെ പൂർത്തീകരണം എന്താ? സ്നേഹമാണെന്നാണല്ലോ പൗലോസ് ലേഖ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ ഓരോ ശുശ്രൂഷകളെ സംബന്ധിക്കുമ്പോഴും ആത്മശോധനയും സ്നേഹം വർദ്ധിക്കണം. സ്നേഹം വർദ്ധിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങളുടെ സ്നേഹം ഉത്തരോത്തരം അഭിവൃദ്ധി പ്രാപിക്കട്ടെ, അതങ്ങനെ വളർന്ന് വരട്ടെ എന്ന് പൗലോസ് തൻ്റെ ലേഖനത്തിൽ ആശംസിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിലൂടെയാണ് വലിയ ദൈവസ്നേഹം നമ്മളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നത്. റോമാലേഖനത്തിൽ വചനം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമുക്കിന്ന് ശുശ്രൂഷയ്ക്ക് ആമുഖമായി വലിയ ദൈവസ്നേഹത്തിൻ്റെ ഒരു നിറവ് പരിശുദ്ധാത്മാവിൻ്റെ ആവാസം വഴി നമ്മൾ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കാം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വ്യത്യാസങ്ങൾ സംഭവിക്കും. ഒരു പുതിയ ജനനമായിട്ട് മാറും. നിക്കോദെമോസിനോട് ചോദിക്കുന്നുണ്ടല്ലോ അല്ലേ, ഞങ്ങൾ എങ്ങനെയാണ് വീണ്ടും ജനനം സാധിക്കുക? ആത്മാവിലാലും ജലത്താലും ജനിക്കുക എന്നുള്ളത്, റൂഹായാൽ ജനിക്കുക എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. വീണ്ടും ജനിച്ചവന് പാപം ചെയ്യാൻ സാധ്യമല്ല. 1 യോഹന്നാൻ 5 പഠിപ്പിക്കുകയാണല്ലോ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് എഴുന്നേറ്റ് നിന്ന് വലിയ സന്തോഷത്തോടെ വലിയ ദൈവസ്നേഹത്തിൻ്റെ നിറവ്, വലിയ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ഉണ്ടാകാൻ വേണ്ടി ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവെ വരേണമേ. അവിടുത്തെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ ശക്തമായ മധ്യസ്ഥതയാൽ എഴുന്നള്ളി വരണമേ. ഞങ്ങളിൽ വന്ന് വസിക്കണമേ. ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധമായ മധ്യസ്ഥ തേടി പ്രാർത്ഥിക്കുകയാണ്. സ്ലീഹന്മാരുടെ മധ്യസ്ഥ തേടി പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. പെന്തക്കോസ്ത വലിയൊരു അഭിഷേകത്തിൻ്റെ ഒരു നിറവായി ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടട്ടെ. ജീവിതം മുഴുവൻ ഒരു പെന്തക്കോസ്തയായിട്ട് മാറ്റപ്പെടട്ടെ. ഓരോരുത്തരും ആഗ്രഹിക്കുകയാണ്. കരങ്ങൾ തുറന്ന് പിടിക്കുന്നതിൻ്റെ അർത്ഥം നമ്മുടെ ഹൃദയവും തുറക്കുന്നതിൻ്റെ അടയാളമാണ്. ശരീരവും മനസ്സും ആത്മാവും പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിച്ച്, ദൈവസ്നേഹത്തിന് വേണ്ടി ദാഹിച്ച് പാടി ഒരുമിച്ച് അറിയാവുന്നതുപോലെ പ്രാർത്ഥിക്കുന്നു. പുതിയൊരു ജനനം നൽകും
പരിശുദ്ധാത്മാവേ പുതിയൊരു ശക്തിയിലുണരാ കൃപ നീ ചൊരിയണമേ. ചേർന്ന് പാടാവോ? പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ പുതിയൊരു ശക്തിയിലുണരാ കൃപ നീ ചൊരിയണമേ. കരങ്ങൾ ഉയർത്തി. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. ഒരു പ്രാർത്ഥനാ ഗാനമാണ്, ചേർന്ന് പാടാം. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. ഓ പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഓ പരിശുദ്ധാത്മാവായ ദൈവം, ഞങ്ങൾ ദാഹിക്കുകയാണ്. ഓ പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥന അവിടുന്ന് കേൾക്കണം. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ സ്തുതിപ്പുകൾ കേൾക്കണം. ഞങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് ഓരോരുത്തരും പ്രാർത്ഥിക്കുകയാണ്. ശെഖിയോൻ ശാലയിൽ വന്നതുപോലെ ദൈവസ്നേഹം കൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങളെ തീ പിടിപ്പിക്കണം. കർത്താവെ, സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ സഹിക്കുക എന്നുള്ളതാണല്ലോ. സ്നേഹസമ സഹനമാണല്ലോ കർത്താവെ. സ്നേഹം ഉള്ളിടത്തെല്ലാം സഹനമുണ്ടല്ലോ കർത്താവെ. ഈശോ സ്നേഹിച്ചു എന്ന് പറഞ്ഞാൽ ഈശോ സഹിച്ചു എന്നാണല്ലോ അർത്ഥം. കർത്താവെ, ഇതെല്ലാം ഗ്രഹിക്കാൻ ഞങ്ങൾക്കൊരു കൃപ നൽകണം കർത്താവെ. ഓ കർത്താവേ, പരിശുദ്ധാത്മാവിനോട് ദൈവസ്നേഹം നിറഞ്ഞപ്പോൾ കർത്താവിനോട് സഹിക്കാനാണല്ലോ ആദ്യമേ രക്തസാക്ഷികൾ ഒരുങ്ങിയത്. ദൈവമേ, ഞങ്ങളെ അഭിഷേകം ചെയ്യണം. ഞങ്ങൾ ജീവിത പങ്കാളിയെ സ്നേഹിക്കാനുള്ള കാര്യത്തിൽ ബുദ്ധിമുട്ടുണ്ട്. മക്കളെ സ്നേഹിക്കുന്ന കാര്യത്തിൽ കുറവുണ്ട്. മാതാപിതാക്കളെ സ്നേഹിക്കുന്നത് ഒരുപാട് കുറവുണ്ട്. ഞങ്ങളുടെ കമ്മ്യൂണിറ്റി ജീവിതങ്ങളിൽ കുറവുണ്ട്. കർത്താവേ, ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, ഞങ്ങളെ ബലപ്പെടുത്തണമേ. ഉള്ളുരുകി പ്രാർത്ഥിക്കുന്നു. സിഹിയോൻ ശാല തന്നിൽ തീനാവെന്നതുപോ പാവന സ്നേഹവുമായി ആഗതനാകണമേ. ഹൃദയം കൊണ്ട് ആഗ്രഹിക്കുന്നു. സിഹിയോൻ ശാല തന്നിൽ തീനാവെന്നതുപോ പാവന സ്നേഹവുമായി ആഗതനാകണമേ. സഹനം നിറയും തരയിൽ ധീരതയോടെ ചലിക്കാൻ കർത്താവേ, അഗ്നിയിൽ സ്നാനം നൽകാൻ കൃപ നീ ചൊരിയണമേ. സഹനം നിറയുന്ന ഈ ധരയിൽ ജീവിക്കാൻ, സഹനം നിറയും തരയിൽ ധീരതയോടെ ചലിക്കാൻ അഗ്നിയിൽ സ്നാനം നൽകാൻ കൃപ നീ ചൊരിയണമേ. രണ്ട് കരങ്ങളും ഉയർത്തി ഒരുമിച്ച് പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. കുടുംബങ്ങളെ സമർപ്പിച്ച് ഞങ്ങളെ നിറയണമേ, പരിശുദ്ധാത്മാവേ ഞങ്ങളെ നിറയണമേ. ഞങ്ങളെ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. മക്കളെ ജീവിത പങ്കാളിയെ സമർപ്പിച്ച് പരിശുദ്ധാത്മാവേ ഞങ്ങളെ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. മാതാപിതാക്കളെ സഹോദരങ്ങളെ സമർപ്പിച്ച് പരിശുദ്ധാത്മാവേ ഞങ്ങളെ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. ഹല്ലേലൂയ 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 ഹല 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 ഹല. ഓ കർത്താവായ ദൈവമേ, ഓ കർത്താവായ ദൈവമേ, ഒറ്റ കാര്യം പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവിലൂടെ ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെടുമെന്ന് പറഞ്ഞിരിക്കുന്ന റോമാ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന ദൈവസ്നേഹത്തിന്റെ അഭിഷേകം ഞങ്ങളിലേക്ക് നിറയട്ടെ കർത്താവേ.
പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളിൽ സ്നേഹം കർത്താവ് ഞങ്ങൾ വന്ന് നിറയട്ടെ. സഹനം കർത്താവേ, സ്നേഹം ഉള്ളിടത്തെല്ലാം സഹിക്കാൻ റെഡിയാണല്ലോ. ഈ ഒരു അഭിഷേകം ഞങ്ങൾക്ക് നൽകണം കർത്താവേ. ആഗ്രഹിക്കാനും ചോദിക്കാനും ആണല്ലോ വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. ആരാധന 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 ആരാധന. ഓരോ ഹൃദയങ്ങളെ തുടരണം, ഓരോ മനസ്സുകളെ ഇപ്പോൾ തുടരണം. ആരാധന ആരാധന ആരാധന. സ്വയ ആരാധന സ്വയ ആരാധന സ്വയ ആരാധന സ്വയ ആരാധന സ്വയ ആരാധന സ്വയ ആരാധന സ്വയ ആരാധന. ദൈവമേ, സഭയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ദൈവസ്നേഹം കൊണ്ട് ചൊല്ലിക്കട്ടെ. സന്യാസ സമൂഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ദൈവസ്നേഹത്തിൻ്റെ അഗ്നി കത്തട്ടെ. എല്ലാ പുരോഹിതർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, സ്നേഹത്തിൽ ഒറ്റക്കെട്ടാകട്ടെ കർത്താവേ. പന്തക്കൊസ്തിക്ക് കൊണ്ട് ഒരുക്കിയ പരിശുദ്ധ അമ്മ പ്രാർത്ഥിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവും. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവും. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. അമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇരിക്കാം. ഇതൊരു ദിവസത്തെ പ്രാർത്ഥന കൊണ്ട് അവസാനിപ്പിക്കരുത്. എല്ലാ ദിവസവും കുറച്ച് സമയം ഇതുപോലൊരു പ്രൈസ് വർഷിപ്പ് നടത്തുക. ഒറ്റയ്ക്കായാലും കുഴപ്പമില്ല. അങ്ങനെ പ്രൈസ് വർഷിപ്പ് നടത്തി ദൈവസ്നേഹം കൊണ്ട് നിറയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അടുത്ത ദിവസം എളിമ കൊണ്ട് നിറയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. പിന്നെ അടുത്ത ദിവസം ആത്മധൈര്യം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക, അല്ലേ? അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളും ഇവിടെ കണ്ടുപിടിച്ച് ഓരോന്ന് നിറയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊള്ളുക. കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസം വന്നാൽ കാണാൻ വേണ്ടി പറ്റും. അത് സംഭവിക്കും. ഇതൊരു യാഥാർത്ഥ്യമാണ്. ഒരു കൺസിസ്റ്റൻസി, ഒരു സ്ഥിരത വേണമെന്ന് മാത്രം. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. വിഭജിക്കപ്പെടാത്ത ഹൃദയത്തോടെ ദൈവത്തെ തേടുക. സന്തോഷത്തോടെ പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു അൺഡിവൈഡഡ് ഹാർട്ട്, വിഭജിക്കപ്പെടാത്ത ഹൃദയത്തോടെ ദൈവത്തെ തേടുക. റോമാലേഖനത്തിൽ 8-ാമത്തെ അധ്യായത്തിൽ 28-ാമത്തെ തിരുവചനം, ലെറ്റർ റോമൻസ് ചാപ്റ്റർ 8 വേഴ്സ് 28. നമുക്ക് ഒരുമിച്ച് സ്ക്രീനിൽ നോക്കി വായിക്കാം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ വചനം നമുക്ക് വളരെ സുപരിചിതമായ വചനമാണ്. ഞാൻ പറയാൻ തുടങ്ങിയപ്പോൾ തന്നെ നിങ്ങളത് കാണാതെ പറയുമെന്ന് എനിക്കറിയാം. അത് നല്ല വചനമാണ്. ഇപ്പോൾ കാണുമ്പോൾ കേൾക്കുമ്പോൾ തന്നെ അതിൽ കുളിർമ നൽകുന്നൊരു വചനമാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും എല്ലാം നെറ്റ് റിസൾട്ട്, എൻഡ് റിസൾട്ട് നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു എന്ന് നമുക്കറിയാമല്ലോ. ഇത് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് അറിയാതെ ഒരു കഥാപാത്രം ഓർമ്മ വരും. ആരാ? പഴയ നിയമത്തിലെ പൂർവ്വ ജോസഫ്. എല്ലാവരും ഈ വചനത്തോട് ചേർത്ത് സാധാരണ പറയാൻ സാധ്യതയുള്ളൊരു കഥാപാത്രമാണ് പൂർവ്വ ജോസഫ്. ജോസഫിൻ്റെ ജീവിതത്തിൽ അവസാനം എല്ലാം നന്മയ്ക്കായിട്ട് പരിണമിപ്പിക്കപ്പെട്ടു. പക്ഷേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വചനത്തിൽ ദൈവമായ കർത്താവ് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു സംഗതിയുണ്ട്. അതെന്താണെന്നറിയാമോ സഹോദരങ്ങളെ? അതിതാണ്, എല്ലാ നന്മയ്ക്കായി എല്ലാവർക്കും മാറണമെന്നില്ല. അതുകൊണ്ടാണ് ഒരു ക്ലോസ് വെച്ചിരിക്കുന്നത്, ഒരു കണ്ടീഷണൽ ക്ലോസ് വെച്ചിട്ടുണ്ട്. ആർക്കാ? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് എല്ലാം നന്മയ്ക്കായി മാറ്റപ്പെട്ടു. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. എല്ലാം നന്മയാകുമെന്ന് പറഞ്ഞിരുന്നൊരു കാര്യമില്ല, നന്മയാവണമെന്നില്ല. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, പൂർവ്വ ജോസഫിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ദൈവത്തെ അതുപോലെ സ്നേഹിച്ചു. ദൈവത്തെ സ്നേഹിക്കാൻ വേണ്ടി സകലതും നഷ്ടപ്പെടുത്താൻ തയ്യാറായി. നഷ്ടപ്പെടുത്തപ്പെട്ടപ്പോഴും സ്നേഹത്തിൽ കുറവില്ലാതെ നിന്നു, സ്നേഹത്തിൽ ഒട്ടി നിന്നു, സ്നേഹത്തിൽ ചേർന്ന് നിന്നു. അതുകൊണ്ട് എല്ലാം നന്മയായിട്ട് മാറ്റപ്പെട്ടു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ദൈവത്തെ സ്നേഹിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സഹോദര സ്നേഹത്തിൽ കുറവ് വരികയില്ല. പൂർവ്വ ജോസഫിന് സഹോദര സ്നേഹത്തിൽ കുറവ് വന്നില്ല എന്നതിന് തെളിവാണ് ഈ സഹോദരന്മാർ തിരിച്ചു വരുമ്പോൾ ജോസഫിൻ്റെ പ്രതികരണം.
അതുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കുക, നമ്മൾ തുടക്കത്തിൽ ആമുഖത്തിൽ പാടി പ്രാർത്ഥിച്ചതുപോലെ ദൈവത്തെ സ്നേഹിക്കാനുള്ള ഒരു ദാഹം, ദൈവത്തെ സ്നേഹിക്കാനുള്ള ഒരു പരിശ്രമം, അപ്പോഴാണ് എല്ലാം നന്മയായിട്ട് മാറുന്നത്. അവിടുന്ന് ഒരു ഒട്ടു നിൽക്കാനൊരു ശ്രമം വരണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്ന, പ്രത്യേകിച്ച് രാവിലെയൊക്കെ ചൊല്ലുന്ന 91-ാമത്തെ സങ്കീർത്തനത്തിൻ്റെ 14-ാമത്തെ തിരുവചനം നമുക്ക് നന്നായിട്ട് അറിയാവുന്ന Psalms 91:14. എന്താ വചനം? അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്താ രക്ഷിക്കാൻ കാരണം? സ്നേഹത്തിൽ ഒട്ടി നിൽക്കുന്നത് കൊണ്ട് ഞാൻ അവനെ രക്ഷിക്കും. സ്നേഹത്തിൽ ഒട്ടി നിൽക്കുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്നേഹമുള്ള തലങ്ങളിൽ ഒട്ടാൻ ഒരു ടെൻഡൻസി ഉണ്ട്. അത് യാഥാർത്ഥ്യമാണ് അല്ലേ? ആരെങ്കിലുമൊക്കെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവരോട് ചേർന്ന് നിൽക്കാൻ ഒരു ടെൻഡൻസി എപ്പോഴും ഉണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് ഒന്നിനെ സ്നേഹിക്കണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെടുത്താതെ സ്നേഹിക്കാൻ പറ്റില്ല. എല്ലാ സ്നേഹത്തിലും അതങ്ങനെ തന്നെയാണ്. എന്തെങ്കിലുമൊക്കെ ചില നഷ്ടങ്ങൾ സഹിക്കാൻ നമുക്ക് സ്നേഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധാത്മാക്കൾ പറയുന്നത്, സ്നേഹമെന്ന് പറയുന്നത് അതിനകത്തൊരു സഹനമുണ്ട്. അതുകൊണ്ട് ഒരു ഇക്വേഷൻ തന്നെ പറയും, സ്നേഹം സമം സഹനമാണ്, സ്നേഹം സമം സഹനമാണ്. ഒരുമിച്ച് പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവസ്നേഹത്തിലേക്ക് നമുക്ക് വളരണമെന്നുണ്ടെങ്കിൽ ചില സംഗതികളിൽ നമുക്ക് കട്ട് ചെയ്യാതിരിക്കാൻ പറ്റിയല്ല, ചില സംഗതികൾക്ക് ഉപേക്ഷിക്കാതിരിക്കാൻ വേണ്ടി പറ്റിയല്ല, ചില കാര്യങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കാതിരിക്കാൻ പറ്റിയല്ല. അതിന് ഗ്രേഡിൽ വ്യത്യാസമുണ്ട്. ഒരു വൈദിക ജീവിതം നയിക്കുന്നയാൾ, ഒരു സന്യാസ ജീവിതം നയിക്കുന്നയാൾ, ഒരു കുടുംബജീവിതം നയിക്കുന്നയാൾ, ഇതിനകത്തൊക്കെ സ്നേഹത്തിൻ്റെ ഗ്രേഡിൽ, സ്നേഹത്തിൻ്റെ അളവിൽ വ്യത്യാസങ്ങൾ സംഭവിക്കാം. കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനത്തിൽ 7-ാമത്തെ അധ്യായത്തിൽ 32 മുതൽ 34 വരെയുള്ള തിരുവചനങ്ങൾ, 1 Corinthians chapter 7:32-34. പൗലോസ് പറയുകയാണ്, നമുക്ക് വായിക്കാം. അവിവാഹിതൻ കർത്താവിനെ എങ്ങനെ സംപ്രീതനാക്കാമെന്ന് ചിന്തിച്ച് കർത്താവിൻ്റെ കാര്യങ്ങളിൽ തൽപരനാകുന്നു. വിവാഹിതൻ സ്വഭാര്യയെ എങ്ങനെ പ്രീതിപ്പെടുത്താമെന്ന് ചിന്തിച്ച് ലൗകിക കാര്യങ്ങളിൽ തൽപരനാകുന്നു. എന്നിട്ട് പറയാണ്, അവൻ്റെ താല്പര്യങ്ങൾ വിഭജിക്കപ്പെട്ടിരിക്കുന്നു. അവിവാഹിതയായ സ്ത്രീയും കന്യകയും ആത്മാവിലും ശരീരത്തിലും വിശുദ്ധി പാലിക്കാനായി കർത്താവിൻ്റെ കാര്യങ്ങളിൽ തൽപരരാണ്. വിവാഹിതയായ സ്ത്രീ ആകട്ടെ ഭർത്താവിനെ എങ്ങനെ സന്തോഷിപ്പിക്കാമെന്ന് ചിന്തിച്ച് ലൗകിക കാര്യങ്ങളിൽ തൽപരയാകുന്നു. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൗലോസ്ലീഹ മനോഹരമായിട്ട് അവതരിപ്പിക്കുകയാണ് കുടുംബജീവിതത്തെക്കുറിച്ച്, പൗരോഹിത്യ ജീവിതത്തെക്കുറിച്ച്, സന്യാസ ജീവിതത്തെക്കുറിച്ചൊക്കെ അവതരിപ്പിക്കുകയാണ്. അതായത് വിഭജിക്കപ്പെടാത്ത ഒരു ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് വിവാഹം വേണ്ട എന്ന് വെച്ച് കർത്താവിൻ്റെ കാര്യഘട്ടങ്ങൾ താല്പര്യനാകുന്ന പുരോഹിതനെക്കുറിച്ച്, സന്യാസിയെക്കുറിച്ച്, സന്യാസിനിയെക്കുറിച്ചൊക്കെ സൂചിപ്പിക്കുകയാണ്. ഏകസ്ഥ ജീവിതം നയിക്കുന്നവരെക്കുറിച്ച് സൂചിപ്പിക്കുകയാണ്. പക്ഷേ മറ്റേതൊന്നും വേണ്ട, കുടുംബജീവിതം വേണ്ടാന്ന് മോശമാണെന്നൊന്നും അല്ല പറയുന്നതിൻ്റെ അർത്ഥം. ഒരു കുറച്ചുകൂടെ കൂടുതൽ കർത്താവിനെ സ്നേഹിക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് ഞാൻ പറഞ്ഞേ, ഇതിൻ്റെയൊക്കെ ഗ്രേഡുകളിൽ വ്യത്യാസങ്ങൾ സംഭവിക്കാം. അതേസമയം തന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിവാഹിതനാണെങ്കിലും വിവാഹിതനല്ലെങ്കിലും, പുരോഹിതനാണെങ്കിലും കുടുംബജീവൻ നയിക്കുന്ന ആളാണെങ്കിലും, സന്യാസിയാണെങ്കിലും അല്ലെങ്കിൽ മറ്റൊരു ജീവിതാന്തസ്സിലുള്ള ആളാണെങ്കിലും, എല്ലാവർക്കും ഈ ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ളത് ബാധകമാണ്. അതിന് ഗ്രേഡിൽ വ്യത്യാസങ്ങൾ സംഭവിക്കാം. പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഒരു വിഭജിക്കപ്പെടാത്ത ഹൃദയത്തോടെ, ഒരു പൂർണ്ണമായ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ ജീവിതാന്തസ്സിലും കർത്താവ് നമ്മളെ വിളിക്കുന്നത്. ജെറമിയ പ്രവചനം 29-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 13-14 തിരുവചനങ്ങൾ, ബുക്ക് ഓഫ് ജെറമായ ചാപ്റ്റർ 29:13-14. ഈശോ പറയാണ്, നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തും. എന്നിട്ട് പറയാണ്, നിങ്ങൾ എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ഉച്ചത്തിൽ പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പം നിങ്ങൾ എന്നെ അന്വേഷിക്കും, അവിടെ ഉടനെ കണ്ടെത്തുമെന്ന് കർത്താവ് പറയുന്നില്ല. പുതിയ നിയമത്തിൽ പറയുന്നുണ്ട്, പഴയ നിയമത്തിൽ മറ്റൊരു പശ്ചാത്തലത്തിലാണ്. പക്ഷെ ഡെഫിനറ്റായിട്ടൊരു കാര്യം പറയുകയാണ്, പൂർണ്ണ ഹൃദയത്തോടു കൂടെയാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നതെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അങ്ങനെ ആകാൻ ഞാൻ അതിനകത്തൊരു സ്റ്റെപ്പ് എടുക്കുമെന്ന് കർത്താവ് പറയാണ്.
അതാണ് നിങ്ങൾ എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കും. ഇറ്റ്സ് എ ഡ്യൂട്ടി ഫ്രം ദ ലോർഡ്. ദൈവം തന്നെ ചെയ്യുകയാണ്. ഒരുമിച്ച് പറഞ്ഞു ഹല്ലേലൂയാ, ഹല്ലേലൂയ, ഒരുമിച്ച് ഹല്ലേലൂയാ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മൾ തലക്കെട്ട് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്, വിഭജിക്കപ്പെടാത്ത ഹൃദയത്തോടെ കർത്താവിനെ അന്വേഷിക്കുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എ ഡിവൈഡഡ് ഹാർട്ട് നെവർ അറ്റൈൻ എനി ഗോഡ് എക്സ്പീരിയൻസ്. വിഭജിത ഹൃദയത്തിന് ദൈവാനുഭവം ഉണ്ടാകാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടൊരു പൂർണ്ണ ഹൃദയം വേണം. അപ്പോൾ പൂർണ്ണ ഹൃദയത്തോടു കൂടിയാണ് ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ സഹോദരങ്ങളെ, നമ്മളെ ദൈവസ്നേഹത്തിലേക്ക് വളർത്തുക എന്നുള്ളത്, ദൈവാനുഭവത്തിലേക്ക് കൊണ്ടുപോകുന്നുള്ളത് പിന്നെ ദൈവം ചെയ്യുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ത്രേസ്യ ഇങ്ങനെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. സ്ക്രീനിൽ വന്നിട്ട് നമുക്ക് വായിക്കാം. സൃഷ്ടികളിൽ നിന്ന് ഹൃദയത്തെ വേർപെടുത്തി ദൈവത്തെ തേടുക, അപ്പോൾ തീർച്ചയായും നിങ്ങൾ അവിടുത്തെ കണ്ടെത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജെറമ്യ 29 തീർച്ചയായും നിങ്ങൾ എന്നെ കണ്ടെത്താൻ ഇടയാക്കുമെന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്ന അതേ വചനത്തിൻ്റെ മറ്റൊരു വ്യാഖ്യാനം വിശുദ്ധാത്മാക്കൾ കൊടുക്കുകയാണ്. സൃഷ്ടികളിൽ നിന്ന് ഹൃദയത്തെ വേർപെടുത്തണം, സൃഷ്ടികളിൽ നിന്ന് ഹൃദയത്തെ വേർപെടുത്തണം. അപ്പോൾ ഒരു വേർപാട് വേണം. ദൈവത്തെ തേടുക, അപ്പോൾ നീ തീർച്ചയായും നീ ദൈവത്തെ കണ്ടെത്തും. ഒരു അഷുറൻസ്, ഒരു ഉറപ്പ് തരികയാണ്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ തൻ്റെ ലേഖനത്തെ പറയുന്നത് അല്ലേ, ആപത്തോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ ക്ലേശമോ ദുരിതമോ ഒന്നും എന്നെ വേർപെടുത്തിയല്ല, എന്ത് വന്നാലും വേർപെടുത്തിയല്ല. അതൊരു സഹനത്തിൻ്റെ പശ്ചാത്തലത്തിലാണെങ്കിൽ ഇതിനെ നേരെ ഓപ്പോസിറ്റായിട്ട് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ നമ്മൾക്ക് അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരുപാട് തലങ്ങൾ, അതെല്ലാം ഒന്ന് ഉപേക്ഷിക്കാൻ തയ്യാറായിട്ട് ദൈവത്തെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ, അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവസ്നേഹത്തിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ ഉപേക്ഷിക്കാതെ പറ്റുകയില്ല. ചില കാര്യങ്ങൾ ഉപേക്ഷിക്കാതെ പറ്റുകയില്ല. ഒരുമിച്ച് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കൊരു ആത്മശോധനയ്ക്ക് വേണ്ടി ചില കാര്യങ്ങൾ കർത്താവ് തരാൻ ആഗ്രഹിക്കേണ്ടത്. ഒന്നാമത്തേത്, ഈ പ്രപഞ്ചത്തിൽ നിന്ന് തന്നെ നമ്മുടെ മനസ്സൊന്ന് വേർപെടണം. ജോബിൻ്റെ പുസ്തകത്തിലുണ്ട്. ജോബിൻ്റെ പുസ്തകത്തിൽ 31-ാമത്തെ അധ്യായത്തിൽ 26 മുതൽ 28 വരെ തിരുവചനങ്ങളിൽ, സൂര്യൻ പ്രകാശിക്കുന്നതോ ചന്ദ്രൻ ശോഭിക്കുന്നത് നോക്കിയിട്ട് എൻ്റെ ഹൃദയം ഗൂഢമായി വശീകരിക്കപ്പെടുകയും ഞാൻ എൻ്റെ കരം ചുംബിക്കുകയും ചെയ്തിരുന്നെങ്കിൽ അതും ന്യായാധിപന്മാർ ശിക്ഷ വിധിക്കേണ്ട ഒരു കുറ്റമാകുമായിരുന്നു. എന്തെന്നാൽ അത് ഉന്നതനായ ദൈവത്തെ തിരസ്കരിക്കലാകുമായിരുന്നു. ഒരു പക്ഷേ അപ്പം നിങ്ങൾക്ക് പെട്ടെന്നൊരു കൺഫ്യൂഷനൊക്കെ വരാം. വിശുദ്ധ ഫ്രാൻസിസ് അസിസി അല്ലേ, ഈ പ്രപഞ്ചത്തിലോട്ട് നോക്കിക്കൊണ്ട്, അത് വളരെ കറക്റ്റാണ്. ഈ പ്രപഞ്ചത്തിലുള്ള ഓരോ കാര്യങ്ങളെയും കാണുമ്പോൾ ഇതിൻ്റെ എല്ലാം പുറകിൽ നിൽക്കുന്ന ദൈവമായ കർത്താവിലേക്ക് നിന്റെ ഹൃദയം ഉയരുകയാണെങ്കിൽ അതിനകത്ത് തെറ്റില്ല. പക്ഷേ ഈ പ്രപഞ്ചത്തിലെ ഓരോന്നിനെയും കണ്ടിട്ട് അതിൻ്റെ പിന്നാലെ നിന്റെ മനസ്സ് പോകുമ്പോൾ, ആ സൗന്ദര്യങ്ങൾ പിന്നാലെ പോകുമ്പോൾ, അതിൻ്റെ എല്ലാം സൃഷ്ടാവായ കർത്താവിലേക്ക് ഹൃദയം ഉയരുന്നില്ലെങ്കിൽ കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മൾ പലപ്പോഴും എന്നാണെന്നറിയോ, ഒരുപാട് സംഗതികളുടെ പിന്നാലെ പോവുകയാണ്. നമ്മുടെ ഹൃദയം പലതിൻ്റെ പിന്നാലെ പോവുകയാണ്. ഹൃദയത്തെ വേർപെടുത്തി കൊണ്ടുവരണം. രണ്ടാമത്തെ ഒരു തലം, മനുഷ്യൻ സൃഷ്ടിച്ചവയിൽ നിന്ന് നമ്മുടെ ഹൃദയം വേർപെടണം. അല്ലേ, ഈ പ്രപഞ്ചം കർത്താവ് സൃഷ്ടിച്ചു, എന്നിട്ട് കർത്താവിൻ്റെ സൃഷ്ടികർമ്മത്തിൽ നമ്മളെ സഹകാരികളാക്കി. അങ്ങനെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. പറയാ ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് വചനത്തിൽ വളരെ വ്യക്തമാണ്. ജോബിന്റെ പുസ്തകത്തിൽ 22-ാമത്തെ അധ്യായത്തിൽ 24 മുതൽ 26 വരെ തിരുവചനങ്ങളിലാണ്, സ്വർണത്തെ പൊടിയിലും ഓഫീർ പൊന്നിലെ നദീതടത്തിലെ കല്ലുകൾക്കിടയിലും എറിയുമെങ്കിൽ സർവശക്തൻ നിനക്ക് സ്വർണവും വിലപിടിച്ച വെള്ളിയും ആകുമെങ്കിൽ നീ സർവശക്തിയിൽ ആനന്ദിക്കുകയും ദൈവത്തിന്റെ നേരെ മുഖമുയർത്തുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ചില മനുഷ്യരുടെ ചിന്ത, ചില മനുഷ്യരുടെ മനസ്സ് ഈ പ്രപഞ്ചത്തിലുള്ള പല വസ്തുക്കളുടെ മേലും ഉടക്കി കിടക്കുകയാണ്. അവർക്ക് ദൈവസ്നേഹത്തിലേക്ക് വരാൻ പറ്റിയല്ല. പല സൃഷ്ടികളിൽ ഉടക്കി കിടക്കുകയാണ്, സൃഷ്ട വസ്തുക്കളിൽ ഉടക്കി കിടക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ടാണ് അതിന് ജോബ് പറയാണ്, സ്വർണം എന്നൊക്കെ പറഞ്ഞാൽ അല്ലേ, ചില മനുഷ്യർക്ക് സംബന്ധിച്ച് അത് ഭയങ്കര ഒരു സംഭവമാണ് അല്ലേ.
അവിടെയാണ് പൗലോസ്ലീഹ പറയുന്നത്, ഈശോയോട് ഒന്നാകെ തീരാൻ വേണ്ടിയിട്ട് ഞാൻ ബാക്കിയെല്ലാം ഒരു ഉച്ഛിഷ്ടം പോലെ കരുതുകയാണ്, ഉച്ഛിഷ്ടം പോലെ കരുതുകയാണ്, എന്തെങ്കിലും ഒന്ന് ഉപേക്ഷിക്കാതെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിനക്ക് ദൈവത്തിലേക്ക് വരാൻ പറ്റിയല്ല. ഇപ്പം ഈ പറയുന്നതൊന്നും ഒരു പക്ഷേ നിങ്ങൾ ടച്ച് ചെയ്യണമെന്നില്ല, മനസ്സിലാകുന്നുണ്ടോ? അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. ചില ആൾക്കാരെ സംബന്ധിച്ച് ഈ ലോകത്തിന് ഒരുപാട്, ചിലപ്പോൾ മൊബൈൽ ഫോൺ ആയിരിക്കാം, ചിലപ്പോൾ ചില ആഡംബര കാറുകളായിരിക്കാം, ചില വസ്തുക്കളായിരിക്കാം, പല സംഗതികളായിരിക്കാം. അത് അവനവന് ചിന്തിച്ച് നോക്കണം, എന്താണ് എൻ്റെ ഹൃദയം വശീകരിക്കപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, അതിന് ഉച്ഛിഷ്ട പോലെ കരുതണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ മനസ്സ് വേറെ പറയേണ്ട അടുത്തൊരു തലമെന്ന് പറയുന്നത് നമ്മുടെ കുടുംബം, നമ്മുടെ വീട്ടുകാര്, മനുഷ്യര്, വ്യക്തികള്, ഇതിൻ്റെ അകത്തുനിന്ന് പോലെ ഒരു വേർപാട് ആവശ്യമുണ്ട്. അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. ഒരു സമർപ്പണ ജീവൻ നയിക്കുന്ന വ്യക്തി പോലെയല്ല കുടുംബജീവൻ നയിക്കുന്നവൻ. ഒരു സമർപ്പണ ജീവൻ നയിക്കുന്ന വ്യക്തിയുടെ വേർപാട് എങ്ങനെയാണ്? നിയമാവർത്തന പുസ്തകം 33-ാമത്തെ അധ്യായത്തിൻ്റെ 8 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങൾ. ലേവിയെക്കുറിച്ച് അവൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇസ്രായേലിലെ 12 ഗോത്രങ്ങളുടെ പ്രത്യേകത പറയുകയാണ്. അവിടെ ലേവി ഗോത്രം, കർത്താവിനെ തിരഞ്ഞെടുക്കപ്പെട്ട പുരോഹിത ഗോത്രത്തെക്കുറിച്ച് പറയുകയാണ്. നിങ്ങളെ ഞാൻ അറിയില്ലെന്ന് അവൻ തൻ്റെ മാതാപിതാക്കന്മാരോട് പറഞ്ഞു. സഹോദരൻ അവൻ അംഗീകരിച്ചില്ല, സ്വന്തം മക്കളെ സ്വീകരിച്ചുമില്ല. അവരവിടുത്തെ വാക്കുകൾ അനുസരിച്ച് അവിടുത്തെ ഉടമ്പടി പാലിച്ചു. ഒരുമിച്ച് പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് അവൻ ലേവി ഗോത്രത്തെക്കുറിച്ച് പറയുകയാണ്, മാതാപിതാക്കന്മാരെ അറിയില്ലെന്ന് പറഞ്ഞു, മക്കളെ സ്വീകരിച്ചില്ല, സഹോദരന്മാരെ അംഗീകരിച്ചില്ല. കാരണം എന്താ? അതിലൊന്നും കുടുങ്ങിക്കിടക്കേണ്ട ജീവിതമല്ല ഒരു പൗരോഹിത്യ സന്യാസ ജീവിതം. സന്തോഷത്തോടെ പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതേസമയം 45-ാമത്തെ സങ്കീർത്തനത്തിൽ 10-11 തിരുവചനങ്ങൾ, രാജകീയ വിവാഹം എന്നാണ് അതിൻ്റെ തലക്കെട്ട്. നമ്മൾ വിവാഹത്തിനൊക്കെ പാടുന്ന സങ്കീർത്തനം ഇതിനകത്ത് രൂപപ്പെട്ട് വരുന്നതാ. മകളെ കേൾക്കുക, ചെവി ചായച്ച് ശ്രദ്ധിക്കുക, നിന്റെ ജനത്തെയും പിതൃഭവനത്തെയും മറക്കുക. കണ്ടോ? അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തിൽ ആകർഷനാകും, അവൻ നിന്റെ നാഥനാണ്, അവനെ വണങ്ങുക. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. വിവാഹം എന്ന കൂദാശ സ്വീകരിക്കുന്ന സമയത്ത് അവിടെ ഒരു വേർപാടില്ലേ അല്ലേ? സ്വന്തം കുടുംബത്തെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് വിട്ടു വേർപെട്ട് മറ്റൊരു കുടുംബത്തോട് ചേരുകയാണ്. അത് സമർപ്പണ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തിയും പറയാം, എല്ലാത്തിനും ഒരു വേർപാട് വരികയാണ്. ഇനി ശ്രദ്ധിച്ചു കേട്ടോ, ഒരു കുടുംബജീവിതം നയിക്കുന്ന വ്യക്തിയാണെങ്കിൽ പോലും ഒരു പ്രയോറിറ്റി കൊടുക്കണം. അതാണ് 2 മക്കമാര് 15-18. അവരുടെ പ്രഥമവും പ്രധാനവുമായി ഉത്കണ്ഠ പ്രതിഷ്ഠിക്കപ്പെട്ട ദേവാലയത്തെക്കുറിച്ചായിരുന്നു. തങ്ങളുടെ ഭാര്യമാർ, കുട്ടികൾ, സഹോദരങ്ങൾ, ബന്ധുജനങ്ങൾ എന്നിവരെ കുറിച്ച് അവർ അത്രയ്ക്ക് ഉത്കണ്ഠാകുലരായിരുന്നില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ കുടുംബജീവിതം നയിക്കുന്ന ഒരു വ്യക്തി ഈശോയോട് ചേർന്ന് ജീവിക്കുമ്പോൾ ഈശോയ്ക്ക് ഒരു പ്രഥമ സ്ഥാനം കൊടുക്കണമെന്നൊരു സൂചനയാണ്. സുവിശേഷ വേല ചെയ്യുന്നവരുടെ ജീവിതത്തിൽ പ്രഥമ സ്ഥാനം ഈശോയ്ക്ക് കൊടുക്കുന്ന ഒരു സൂചന അവിടെ കിടക്കുകയാണ്. ഉച്ചത്തിൽ പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, ഓരോ വചനങ്ങളും നമ്മുടെ ആത്മശോധനയ്ക്ക് ബാധകമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ജീവിതാവസ്ഥയ്ക്ക് അനുസരിച്ച് ഒരു വിഭജിക്കപ്പെടാത്ത ഹൃദയത്തോടെ കർത്താവിനെ സ്നേഹിക്കാൻ കർത്താവ് നമ്മളെ വിളിക്കുന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ ഈശോയുള്ള സ്നേഹം പ്രകടമാക്കാൻ എത്രമാത്രം പറ്റുന്നുണ്ടോ അതിൻ്റെ തീവ്രതയിൽ ശരീരവും മനസ്സുമായിരിക്കട്ടെ. ആത്മാവ് കർത്താവിൽ ലയിക്കട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈശോ വിശുദ്ധ ഫൗസ്തീനോട് പറയുന്നൊരു കാര്യം ഇങ്ങനെയാണ്: നീ എന്നെ സ്നേഹിക്കുന്നു എന്നെനിക്കറിയാം, പക്ഷേ നീ എന്നെ സ്നേഹിക്കുന്നുവെന്ന് നിൻ്റെ നാവിൽ നിന്ന് കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മാനുഷിക തലത്തിൽ സ്നേഹിക്കുന്നവർ തമ്മിൽ സ്നേഹമാണെന്ന് പറയുന്നത് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. അതൊരു ദൈവസ്നേഹത്തിൻ്റെ ഭാവം കൂടിയാണ്. ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന്, ദൈവമേ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. എൻ്റെ ഈശോയേ, എൻ്റെ ദൈവമേ, എല്ലാ വസ്തുക്കളെ കാണും നിന്നെ സ്നേഹിക്കുന്നു. പ്രപഞ്ചം, വസ്തുക്കള്, വ്യക്തികള്, എൻ്റെ ഈശോയേ, എൻ്റെ ദൈവമേ, എല്ലാ വസ്തുക്കളെ കാണും നിന്നെ സ്നേഹിക്കുന്നു. പത്രോസിലേക്ക് കൊടുത്ത അതേ ഉത്തരം, എൻ്റെ ഈശോയേ,
എൻ്റെ ദൈവമേ, എല്ലാ വസ്തുക്കളെ കാണും നിന്നെ സ്നേഹിക്കും. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല, 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 ഹല. ഓ കർത്താവേ, വിശ്വസിക്കുന്നിടത്തെല്ലാം വചന മാംസം ധരിക്കുമല്ലോ. പരിശുദ്ധാത്മാവിലൂടെ ദൈവസ്നേഹം ഓരോ ഹൃദയങ്ങളിലേക്ക് മാംസം ധരിക്കട്ടെ. ഹല്ലേലൂയ. എല്ലാ വസ്തുക്കളെ കാണും നിന്നെ സ്നേഹിക്കുന്നു ഞാൻ. എല്ലാ വസ്തുക്കളെ കാണും നിന്നെ സ്നേഹിക്കുന്നു ഞാൻ.